ബി.ജെ.പി. പ്രതിനിധി അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭനിലേക്കാണ്. ശ്രീപത്മനാഭൻ, ഇപ്പോൾ ഒ. അബ്ദുള്ള പറഞ്ഞ വാക്കുകൾ കേട്ടു. എന്തിനാണ് SDPIയെ ഈ ഘട്ടത്തിൽ വലിച്ചിഴക്കുന്നത്? SDPI അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. വളരെ കൃത്യമായി SDPI പറഞ്ഞ വാക്കുകൾ നമ്മൾ അദ്ദേഹത്തെ കേൾപ്പിച്ചു, സ്റ്റാലിൻ പറഞ്ഞ വാക്കുകൾ കേൾപ്പിച്ചു. ഇതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ് എന്നാണ് ഒ. അബ്ദുള്ള പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയാണ് BJP കാണുന്നത് ഈ സവിശേഷ സാഹചര്യത്തെ? ഇത് മതവുമായി ബന്ധപ്പെട്ട വിഷയമല്ല, ഇത് രാഷ്ട്രീയമാണ്. നോക്കൂ, ഇത് ഏതാ മാസം? സെപ്റ്റംബർ മാസമാണ്. തമിഴ്നാട്ടിലും ഇന്ത്യയിലും അക്കാഡമിക് ഇയർ, അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞു. പാഠപുസ്തകങ്ങളൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു, പാഠങ്ങളൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു. പഠിപ്പ് ഏതാണ്ട് 10ാം ക്ലാസ്സുകാർക്കൊക്കെ പകുതി കഴിഞ്ഞു. ഒക്ടോബർ നവംബർ കഴിഞ്ഞാൽ റിവിഷൻ തുടങ്ങും. അപ്പോൾ ഇനി പാഠപുസ്തകത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അടുത്ത വർഷമാണ്. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 2026 ഏപ്രിൽ മെയ് മാസത്തിൽ തമിഴ്നാട്, കേരളം, ബംഗാള്, ആസാം, പോണ്ടിച്ചേരി ഈ 4-5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വരും. അപ്പോൾ എങ്ങനെയാണ് അടുത്ത വർഷത്തെ അധ്യയന വർഷത്തിലെ പാഠപുസ്തകങ്ങളുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് മാറ്റം വരുത്തുക? നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇത് എന്താണ്? SDPI എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്കിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ മുസ്ലിം ലീഗ്, CPM-ഉം കോൺഗ്രസും DMK-യും ഒരു മുന്നണിയിലാണ് ഈ തമിഴ്നാട്ടിൽ. കാരണം തമിഴ്നാട്ടിൽ DMK മുന്നണിയിൽ നിന്നുകൊണ്ട് CPM-ന് 2 ലോക്സഭാ അംഗങ്ങളുണ്ട്, കോൺഗ്രസ്സുകാർക്ക് 5 എണ്ണം ഉണ്ട്. ഒരു സീറ്റ്, അതായത് രാമനാഥപുരം, തിരുനെൽവേലി ജില്ലയിലെ രാമനാഥപുരം സീറ്റ് മുസ്ലിം ലീഗാണ് ജയിച്ചത്. അപ്പോ ഇങ്ങനെ ഈ തമിഴ്നാട്ടിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ മുന്നണിയിലേക്ക് ഇപ്പൊ SDPIനെയും കൂടി കൂട്ടാനുള്ള പരിപാടിയാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ വിരോധമൊന്നും ഉണ്ടാവില്ല. കേരളത്തിൽ അവർ നഖശികാന്ത എതിർക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെട്ട മുന്നണിയിലാണ് തമിഴ്നാട്ടിൽ അവരുള്ളത്. ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അവർക്ക് 2 സീറ്റുണ്ട്, ലീഗിന് 1 സീറ്റുണ്ട്. അപ്പൊ SDPIനെയും കൂടി ഉൾപ്പെടുത്തിയാൽ CPM എതിരൊന്നും പറയില്ല. കാരണം CPM-ന് ഇപ്പൊ ലോക്സഭയിൽ കേരളത്തിന് ഒരാളേ ഉള്ളൂ, തമിഴ്നാട്ടിന് 2 ആളുണ്ട്. ശരിക്കും ഇപ്പൊ തമിഴ്നാട്ടിലെ സീറ്റ് കൊണ്ടാണ് CPI എന്ന രാഷ്ട്രീയ പാർട്ടി ലോകസഭ കാണുന്നത്. CPI എന്ന രാഷ്ട്രീയ പാർട്ടി ലോകസഭ കാണുന്നത് തമിഴ്നാട്ടിൽ. CPM-ന് ഇവിടുത്തെ 1 ഉള്ളൂ, അവിടെ 2 എണ്ണം. അപ്പൊ ഇത് രാഷ്ട്രീയമാണ്. അടുത്ത അധ്യയന വർഷത്തിൽ പുതിയ സർക്കാർ വരും. അപ്പോൾ ആ സർക്കാർ ഇത് അംഗീകരിക്കുമോ? അപ്പൊ ഇതൊക്കെ കേവലം രാഷ്ട്രീയമാണ്. ഇപ്പൊ കേരളത്തില് വലിയ ഒരു സംഗമം നടത്തി. എത്ര ആളാ പങ്കെടുത്തത്? 623 ആള്. എത്രയാ ചെലവ്? 7 കോടി. 623 കൊണ്ട് 7 കോടിയെ ഹരിച്ചാൽ 1,12,359. ഒരാൾക്ക് 1,12,359 രൂപ ചെലവാണ്. ഞാൻ മനസ്സിലാക്കിയത് ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണ സാധനം മാലിന്യ പ്ലാന്റിൽ കൊണ്ട് തള്ളിയതാണ്. അവിടെ 4000 ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ദേവസ്വം ബോർഡ് ജീവനക്കാരെ വരെ ക്ഷണിച്ചു വരുത്തി ഇരുത്തി കഴിച്ചിട്ടും ബാക്കിയാ. ഉച്ചഭക്ഷണം ബാക്കി, രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ ഒരു മനുഷ്യന്റെ കുട്ടിയില്ല. ഇങ്ങനെ കേരളത്തിൽ അയ്യപ്പ സംഗമം നടത്തി. എന്തിന്? അത് രാഷ്ട്രീയമാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി UDF വെൽ പ്ലാൻഡ് ആയ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. എന്താണ്? പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് അധീനപ്പെട്ട് നിൽക്കുകയാണ്. നരേന്ദ്രമോദി ഭീഷണിപ്പെടുത്തി, കേസിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിണറായി വിജയനെ സ്വന്തം അധീനത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് ഈ പ്രചരണം കാരണം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ വലിയ തോതിലുള്ള ക്ഷീണം CPM-ന് സംഭവിച്ചിട്ടുണ്ട്. 16-ലും 21-ലൊക്കെ മുസ്ലിം വോട്ട് കിട്ടിയതുപോലെ ഇനി 26-ൽ കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസമാണ്. അത് അമ്പെ പരാജയപ്പെട്ടു. അപ്പൊ തമിഴ്നാട്ടിലെ രാഷ്ട്രീയമാണ്, കേരളത്തിലെ അയ്യപ്പ ഈ സംഗമം രാഷ്ട്രീയമാണ്. ഇനി കർണാടകയിൽ എന്താ സംഭവിച്ചത്? കർണാടകയിൽ അവിടെ ധർമ്മസ്ഥലയിൽ ഒരു ദിവസം രാവിലെ ഒരു വെളിപ്പെടുത്തലാണ്. 100 കണക്കിന് പെൺകുട്ടികളെ, അതും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ ഗർഭിണികളാക്കിയിട്ടും അല്ലാതെയും ലൈംഗിക പീഡനത്തിന് ഇടവരുത്തിയിട്ടും ഒക്കെ കൊന്നിട്ട് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി കേരളത്തിലെ കുറെ മാധ്യമങ്ങൾ അങ്ങോട്ട് ഓടി.
രാഷ്ട്രീയക്കാർ വലിയ ബഹളം ഉണ്ടാക്കി. ഇപ്പൊ എന്താണ്, ഇപ്പൊ ആ ആരോപണം ഉന്നയിച്ചവൻ ജയിലിലാണ്. അതാണ് സ്ഥിതി. ഒരു പെൺകുട്ടിയുടെ അസ്ഥി പോലും അവിടുന്ന് കിട്ടിയിട്ടില്ല. ആത്മഹത്യ ചെയ്തതും അജ്ഞാത ശവങ്ങളുമായ 3-4 ആണുങ്ങളുടെ, പുരുഷന്മാരുടെ എന്താ പറയുക, അസ്ഥി കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ എന്താ പറയുക കർണാടകത്തിലെ അവസ്ഥ. കർണാടകയിൽ വേറൊരു വിവാദം ഉണ്ടാക്കി. ഒരാവശ്യമില്ല, ദസറയെ ഉദ്ഘാടനം ചെയ്യാൻ പതിവിന് വിപരീതമായി ഒരു അന്യ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്നു. ദസറ അത് എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ മഹോത്സവമാണ്. അവിടെ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ഒരാവശ്യവുമില്ല, ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല ഞങ്ങളെ വിളിക്കണമെന്ന്. പക്ഷേ കർണാടകയിലെ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി കോൺഗ്രസ്സുകാരുടെ അഭ്യാസം, ഇങ്ങനെ ഈ ന്യൂനപക്ഷങ്ങളെ ഒരു വോട്ട് ബാങ്കായി കണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എങ്ങനെ തട്ടിയെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനുള്ള ചില അഭ്യാസങ്ങളാണ്. ഇവിടെ സത്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ആനുകൂല്യങ്ങളും ഒരു മനുഷ്യൻ എന്ന നിലയിൽ സൗകര്യങ്ങളും കൊടുക്കുന്നവര് മോഡി സർക്കാരാണ്. ഇപ്പൊ ഇന്നത്തെ ദിവസം പ്രത്യേകം 23 ഇന്നലെയാണ് GST പരിഷ്കാരം വന്നത്. ഈ രാജ്യത്ത് ഒരു ചാക്ക് സിമെന്റിന് 30 രൂപ വെച്ച് കുറഞ്ഞിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ അതിന്റെ ഗുണമുണ്ട്. ഈ രാജ്യത്തെ എല്ലാ അവശ്യ വസ്തുക്കളുടെയും വില കുറഞ്ഞിരിക്കുക. ഇത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇതിന്റെ ഗുണം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇതൊന്നും പറഞ്ഞ് ഇത്തരത്തിലുള്ള ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യാനോ പറയാനോ കോൺഗ്രസ്സുകാർക്കോ DMK-കാർക്കോ സാധ്യമല്ല. കാരണം എന്താ, കർണാടക സർക്കാർ അടിമുടി അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ്. അതായത് സ്വന്തം ഭാര്യയും അനിയനും കൂടി സർക്കാർ ഭൂമി കൃത്രിമ രേഖ ഉണ്ടാക്കി തട്ടിയെടുത്തിട്ട് ആ ഭൂമി ഗവൺമെന്റിനെ കൊണ്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് ഏറ്റെടുത്ത കേസിൽ പ്രതിയാണ് സിദ്ധരാമയ്യയും ഭാര്യയും അനിയനും കൂടാ അഴിമതി കേസിൽ. അവിടെ DMK ആവട്ടെ, ആ കുടുംബം, കരുണാനിധി കുടുംബം 1 ലക്ഷം കോടി അധികം രൂപയുടെ ആസ്തി സമ്പാദിച്ചിരിക്കുകയാണ്. അഴിമതിയുടെ എന്താ പറയാ കാണാക്കയത്തിന് മുങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ എന്താ സ്ഥിതി? മാസപ്പടി കേസുണ്ട്, മറ്റ് വിഷയങ്ങളുണ്ട്. ഇവിടത്തെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ, അതൊക്കെ കണ്ണിൽ പൊടിയിടാൻ ഈ വിവിധ വിഭാഗങ്ങളുടെ വോട്ട് ബാങ്കുകളുടെ അല്ലെങ്കിൽ സാമുദായിക വിഭാഗങ്ങളുടെ ലോല വികാരങ്ങളെ ഇക്ലിപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കാമെന്ന വ്യാമോഹത്തിൽ നടത്തുന്ന പൊറാട്ട് നാടകങ്ങൾ മാത്രമാണ് ഇത്. ഇതൊന്നും യാഥാർത്ഥ്യമാവാൻ പോകുന്നില്ല. തമിഴ്നാട്ടിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അടുത്ത അധ്യയന വർഷം പാഠപുസ്തകത്തിൽ എന്ത് പഠിപ്പിക്കണം എന്ന് അടുത്ത ഗവൺമെന്റാണ് തീരുമാനിക്കുക. അതുപോലെ പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയിട്ട് ആകെ പങ്കെടുത്തത് 623 ആളാണ്. അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത്. കർണാടകയിലാണെങ്കിൽ എല്ലാം സൗജന്യമായി കൊടുത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ലാതെ അവിടുത്തെ സർക്കാർ എന്താ പറയുക കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണുള്ളത്. അപ്പോൾ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ മറച്ചു വെക്കാനുള്ള അഭ്യാസങ്ങളാണ് ഇത്. കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ ന്യൂനപക്ഷങ്ങളെ വോട്ട് തട്ടാൻ വേണ്ടിയുള്ള അഭ്യാസമാണെങ്കിൽ കേരളത്തിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് തട്ടാനുള്ള അഭ്യാസം മാത്രമാണ്. ഇതൊക്കെ പരാജയപ്പെടും. ഇതൊക്കെ എത്രയോ കണ്ടതാണ് നമ്മൾ. ഇതൊക്കെ പരാജയപ്പെടുക എന്നല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. യെസ്